മലയാളികളുടെ ഇഷ്ടപ്പെട്ട വിഭവമായ ചക്കയുടെ ഒരു ഡിഷുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചക്ക വരട്ടിയത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു ചക്ക ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ചക്ക നന്നായിട്ട് പഴുത്ത അത്യാവശ്യം നല്ല മധുരമുള്ള ചക്ക തന്നെയാണ്. അതിന്റെ കുരുവും ചകിണിയും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു 3/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് തന്നെ പൊടി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി പാനി കാച്ചി എടുക്കാനുള്ളതാണ്. ഒരു 25 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബൗൾ നിറച്ച് നെയ്യും എടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് നമുക്ക് നെയ്യ് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരയ്ക്കാൻ. ചക്ക ഫുള്ള് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കാം. അതിനേക്ക് ഒരു പാൻ വെച്ചു. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണത്തിന് എടുക്കാവുന്നതാണ്. ശർക്കര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉരുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുകി വരുമ്പോഴത്തേന് നമുക്ക് ചക്കയൊന്ന് വഴറ്റാനായിട്ട് വെക്കാം. ചൂട് കട്ടിയുള്ള നല്ല ഒരു ഉരുളിയോ ചീനിച്ചട്ടിയോ എന്തെങ്കിലും നമുക്ക് വെക്കണം. കാരണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും അങ്ങനെ ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുക്കരുത്. ഇടയ്ക്കൊന്ന് കൂട്ടിയും കുറച്ചൊക്കെ വേണം ഇടാൻ. ഈ ചക്ക ഇങ്ങനെ കുറേ നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മളിത് ചെയ്യാൻ. അതുപോലെ അടി കട്ടിയുള്ള പാത്രം തന്നെ എടുത്ത് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണിത് സമാധാനത്തോടെ ഇങ്ങനെ കിടക്കുന്നത്. തിള വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒക്കെ ഇട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഒരു തരി ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ് ചേർക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിം അങ്ങനെ ഇട്ട് നമുക്ക് അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കും. കുറച്ചൊന്ന് കട്ടിയാവുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ കുറച്ച് നെയ്യ് നമുക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് ഇളക്കും. നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാത്രവും തവിയലൊന്നും വെള്ളമയം ഒട്ടും പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ പെട്ടെന്നത് പൂക്കാനൊക്കെ സാധ്യതയുണ്ട്. നമുക്കിത് വെച്ചേക്കാനാണെങ്കിൽ നമ്മൾ അങ്ങനെ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. മിക്സി നമ്മൾ അരച്ചെടുക്കുമ്പോഴും അതിലും നന്നായിട്ട് തുടച്ചിട്ടൊക്കെ വേണം നമ്മളത് അരച്ചെടുക്കാൻ. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. അത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. കുറച്ചൊന്ന് കട്ടിയായി. നമുക്കൊരു ശകലം കൂടെ വെള്ളമയൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരുപോലെ എല്ലാ സൈഡും ഇങ്ങനെ ഇളക്കി കൊടുക്കണം.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തവി ഉപയോഗിക്കുമ്പോൾ നല്ല നീളത്തിലുള്ള കൈയുള്ള തവി വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇതിപ്പോഴേ നല്ലതായിട്ട് തെറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഗ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൈയിലോട്ടൊന്നും തെറിക്കത്തില്ല. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം. ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചക്കയുടെ വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ശർക്കര പാനി ഒന്ന് ചേർത്ത് കൊടുക്കും. അപ്പൊ അതിൽ കിടന്ന് ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരുന്നത് ഇനിയും വരണം. അതിൻ്റെ വെള്ളം മൊത്തം പറ്റി വരണം. അപ്പം വെള്ളം പറ്റുന്നതിനനുസരിച്ച് കുറച്ച് കട്ടിയാകുന്നതിനനുസരിച്ച് നമ്മൾ നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കായ ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചക്ക വരട്ടിയത് കണ്ടോ, ഇത് സ്റ്റേജ് ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങ് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ തണുത്ത് കഴിയുമ്പോൾ പിന്നെയും കട്ടിയാവും. അതുകൊണ്ട് കുറച്ച് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാൻ. 2 മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പരുവം എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ കണ്ടോ, പാത്രത്തിൽ ഒട്ടി പിടിക്കാതെ ഇങ്ങനെ ഇളകി വരണം. അന്നേരമാണ് അതിന്റെ പരുവം നമുക്ക് അറിയുന്നത്. ഇപ്പൊ കണ്ടോ, നമ്മൾ ഇളക്കുമ്പോൾ അത് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പോരുന്നുണ്ട്. ഒത്തിരി കട്ടിയാകാനായിട്ട് നിൽക്കണ്ട. ഇതിപ്പം നല്ല പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ ഒത്തിരി കട്ടിയാക്കി എടുക്കുന്നില്ല. നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. പക്ഷെ കുറച്ച് മെനക്കേടുണ്ട്. നമ്മൾ കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കണം. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കുമ്പളപ്പമോ അടയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേ കൂടെ കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. താങ്ക്